രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ആയ കാലം മുതൽ, അതായത് നമുക്ക് കോൺഗ്രസ് ആവുക എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലം തൊട്ടല്ലോ കോൺഗ്രസ് ആവുക. എൻ്റെ ഒരു കോൺഗ്രസ് കുടുംബമാണ്. അപ്പം വളരെ ചെറുപ്രായത്തിൽ വളരെ ഇപ്പോൾ വീട് കയറാനൊക്കെ കുട്ടികൾ പോകുമല്ലോ, അങ്ങനെ എൻ്റെ നാട്ടിലെ ആ നേതാക്കന്മാരുടെ കൂടെ അവരുടെ വിരൽ തൂങ്ങി വോട്ട് പിടിക്കാൻ പോയിട്ടുള്ള ആളാണ്. ആ വോട്ട് പിടുത്തത്തിനൊന്നും ഒരു മാറ്റവുമില്ല. ഇത്തവണത്തെ പ്രത്യേകത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെയും വിജയത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് നല്ല ഭംഗിയായി എന്നെ കൊണ്ട് സാധ്യമാകുന്ന സ്ഥലങ്ങളെല്ലാം ഭംഗിയായി തന്നെ ചെയ്തു പോകുന്നു. ഇപ്പോൾ ഈ പാർട്ടി ഉത്തരവാദിത്വം ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മണ്ഡലത്തിൽ തന്നെ ആണോ പൂർണ്ണമായിട്ടോ? അല്ല, പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടല്ല ആദ്യമായിട്ട് ഞാൻ വീട് കയറി തുടങ്ങിയത്. പാർട്ടി എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ഇല്ലേലും എൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനെ ജയിപ്പിക്കുക, UDFനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വളരെ കുഞ്ഞു പ്രായത്തിൽ തീരുമാനമെടുത്ത ആളാണ് ഞാൻ. അതെന്നെ പട്ടടയിലേക്ക് വെക്കുന്നത് വരെ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ എൻ്റെ തീരുമാനം അതാണ്, എൻ്റെ ഉത്തരവാദിത്വം അതാണ്. കോൺഗ്രസിനെ UDFനെ ജയിപ്പിക്കുക. ആ ജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് എവിടെയെല്ലാം സാധ്യമാകുമോ അവിടെയെല്ലാം പോകും. ഇപ്പം നിലപാടുകൾ തുടർന്ന് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പട്ടണയിലേക്ക് എടുക്കുന്നത് വരെ, ചിതയിലേക്ക് എടുക്കുന്നത് വരെ, എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പുള്ള അന്ന് വരെ ഈ പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കും, ഈ പാർട്ടിക്ക് വേണ്ടി ഈ ജീവിതം ഒഴിഞ്ഞു മാറ്റി വെച്ചതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം സാക്ഷ്യം പറയുകയാണ്. വിവാദങ്ങൾ അതൊന്നും തന്നെ ലേശം അലട്ടുന്നില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ എത്രയൊക്കെ കോപ്പ് കൂട്ടിക്കഴിഞ്ഞാലും, നിങ്ങൾ എത്രയൊക്കെ വേട്ടയാടാൻ ശ്രമിക്കും തോറും പൂർവാധികം ശക്തിയോട് കൂടി താൻ തിരിച്ചെത്തുമെന്നുള്ള വാക്കുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്. ഇത് എൻ്റേതൊരു കുടുംബം, ആ കുടുംബം എന്ന് പറയുന്നത് അതൊരു കോൺഗ്രസ് പാരമ്പര്യത്തിന്റെ കുടുംബമാണ്, കോൺഗ്രസിന്റെ കുടുംബമാണ് എൻ്റേത്. വളരെ ചെറുപ്പം മുതലേ നേതാക്കളുടെ വിരലിൽ തൂങ്ങിക്കൊണ്ട് വീടുകൾ കയറി ഇറങ്ങിയ ജീവിതം. കോൺഗ്രസ് അച്ഛൻ വെട്ടിവെച്ച പാതയിലൂടെ, പ്രസ്ഥാനത്തിന്റെ പാതയിലൂടെ നടന്നു കയറിയ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണില് വലിയ ആവേശമാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ മാങ്കൂട്ടം സജീവമായി ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞു. പാലക്കാടിന്റെ മണ്ണില് നഗരസഭ പിടിക്കണം, കണ്ണാടി പിടിക്കണം, അങ്ങനെ ഒരുപാടധികം ദൗത്യങ്ങളുണ്ട്. അവിടെയും ചോദ്യങ്ങൾ, സസ്പെൻഷനിലുള്ള വ്യക്തിയല്ലേ, എങ്ങനെയാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുക? സസ്പെൻഷൻ അതൊരു നടപടി മാത്രമാണ്. സസ്പെൻഷനിലാണെങ്കിൽ എന്താ, ആ സസ്പെൻഷനിലുള്ള വ്യക്തിക്ക് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടുണ്ടോ ഇല്ല എന്നുള്ള ഒരു നിയമമുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് മീറ്റിംഗിൽ പങ്കെടുത്തു, കോൺഗ്രസ് വേദിയിൽ രാഹുൽ മാങ്കൂട്ടം എത്തി, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് രാഹുൽ മാങ്കൂട്ടം എത്തി. ഇത്തരത്തിലുള്ള ഒരുപാടധികം വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. രാഹുലിനോട് മാത്രം ഒരു ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തണമെന്ന് പലരും വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി മക്കളെ. കാരണം എന്ന് പറയുന്നത് അത് ഒരു കോൺഗ്രസ്സുകാരന്റെ ചോര അയാളുടെ സിരകളിൽ ഓടുന്നു എന്നുള്ളതാണ്. തന്റെ അച്ഛന്റെ ചോര, ആ കുടുംബത്തിന്റെ ചോര എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ ഈ പ്രസ്ഥാനത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു പാർട്ടിയുടെ മെമ്പർ ആകുന്നതിന് മുമ്പേ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ നിസ്സംശയം പറയുന്നത്, പട്ടണയിലേക്ക് എടുക്കുന്നത് വരെ, എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പുള്ള അന്ന് വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് രാഹുൽ പറയുന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യം രാഹുൽ അത് പറയുന്ന കാര്യങ്ങള് നിങ്ങൾ എന്താ പറയണത്, വളരെ വലിയ അതിനൊരു വലിയ അർത്ഥം നിങ്ങൾ നൽകണം. കാരണം പാലക്കാടിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ്. രാഹുലിന്റെ സ്വാധീനം അത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒന്നാകെ വലിയ രീതിയിലുള്ള പ്രതിഫലനങ്ങൾ, ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസങ്ങളിലും പല വാർത്തകളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. രാഹുൽ പാലക്കാട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, രാഹുൽ പാലക്കാടിന് വേണ്ടി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, രാഹുൽ പാലക്കാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് താനും. അവിടെയും
അയാൾ പല വിധത്തിലുള്ള തന്റെ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങളുമായി അയാൾ മുന്നോട്ട് പോകുമ്പോഴും പല പിന്തിരിപ്പൻ ശ്രമങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ, എല്ലാവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല, ചില മാധ്യമ പ്രവർത്തകർ അവർക്ക് രാഹുലിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. രാഹുൽ സജീവമാകുന്നത് ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. രാഹുൽ സജീവമാകുന്നത് ഇവരെയൊക്കെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. രാഹുൽ സജീവമാകുന്നത് ഇവരിൽ നിന്ന് അസഹിഷ്ണുത പുറം തള്ളുന്നുണ്ട്. അതൊക്കെ ഇവരുടെ ഒരു മനോനിലയുടെ പ്രശ്നം തന്നെയാണ്. രാഹുലിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമാണ്. ഉത്തരവാദിത്വം ഏൽപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന് പോലെയുള്ള അച്ചടക്ക നടപടികൾ നേരിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ എന്തോ ഐക്യം കൽപ്പിച്ച് മാറ്റി നിർത്തണമെന്ന് ചിലരൊക്കെ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് രാഹുൽ മാങ്കൂട്ടമാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഇല്ലാതെ പോയി എന്ന് മാത്രമേ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ആ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ഒരു മെമ്പർ ആവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പറൊക്കെ ആവുക എന്നുള്ള പറയുന്ന ഒരു പ്രായത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ വ്യക്തിയാണ്. മാത്രവുമല്ല, പാലക്കാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ മണ്ഡലത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ അത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. അവിടെ പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചോ ഇല്ലയോ, പാർട്ടി ഇങ്ങനെ ഓരോരുത്തരെയും കണ്ട് നിങ്ങൾ ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളെ എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല. പാർട്ടി ഏൽപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ടി പാലക്കാട്ടെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പാലക്കാട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള പാലക്കാട് നഗരസഭ, അതുപോലെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പിരായിരി, മാത്തൂര്, ഇതൊക്കെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് രാഹുൽ ഈ പാലക്കാടിന്റെ മണ്ണിൽ വലിയ സജീവ പ്രവർത്തനങ്ങൾ നയിക്കുന്നത്. രാഹുലിനെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചോ, തെരഞ്ഞെടുപ്പിന്റെ ചുമതല രാഹുലിന് നൽകിയോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ല. ഇവിടെ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആരൊക്കെ ഏൽപ്പിച്ചാലും ഇല്ലെങ്കിലും പാലക്കാടിന്റെ ജനപ്രതിനിധിയാണോ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ, അത് രാഹുലിന്റെ കൈകളിൽ തന്നെയാണ്. രാഹുൽ തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കേണ്ടത്, അത് മറ്റാരുമല്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിൽ അത് രാഹുലിന് തന്നെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ വോട്ട് പിടിക്കും, രാഹുൽ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവും, രാഹുൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തും, രാഹുൽ എല്ലാം വേണ്ടതൊക്കെ ചെയ്യും. എസ്പെഷ്യലി ഈ പറയുന്ന തന്റെ മണ്ഡലത്തിന് വേണ്ടിയിട്ട്, തന്റെ മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അത് കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ പരിശ്രമങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾക്ക് അതിലൊന്നും ഒരു തർക്കവും വേണ്ട. എന്താണെങ്കിലും മീഡിയ വണ്ണിലെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകനോട് രാഹുൽ ഇന്ന് സംസാരിച്ചത് തന്റെ നിലപാടുകൾ വിശദീകരിക്കുകയാണ്. താൻ വളരെ ചെറുപ്പത്തിൽ മുതലേ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. പാർട്ടിയുടെ മെമ്പർ ആകുന്നതിന് മുതലേ പാർട്ടിക്ക് മുൻപ് പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. ഈ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്ന പ്രക്രിയയിലാണെങ്കിലും അയാൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കരുത്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഒരു പരിശ്രമങ്ങളും നടത്തരുത് എന്നുള്ള നിയമങ്ങളൊന്നുമില്ല. ഉത്തരവാദിത്തങ്ങൾ ഇല്ലെങ്കിൽ പോലും പാർട്ടിയാണ്, പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ ഉണ്ട്. രാഹുൽ അവിടെ ഉള്ളത് കൊണ്ട് ഇനി മറ്റൊരാളെ അവിടെ വലിയ ചുമതലകൾ ഏൽപ്പിക്കേണ്ട, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ട ഒരു അവസ്ഥ പാർട്ടിക്ക് ഇല്ലതാനും. കാരണം രാഹുലാണ് അവിടെ ഉള്ളത്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും, വേണ്ടതുപോലെ ഭംഗിയായിട്ട് ചെയ്യാൻ രാഹുലിനെ കൊണ്ട് കഴിയുമെന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട പൂർണ്ണ ബോധ്യമുള്ള ഒരു നേതൃത്വമുണ്ട്. ആരും രാഹുലിനെ എവിടെയും വിലക്കിയിട്ടൊന്നുമില്ല. രാഹുൽ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവും. പലരുടെയും കുരുപൊട്ടലുകളും പലരുടെയും ക്രിമികടികളും ഒക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ ക്രിമികടികൾക്കുള്ള ആധാരം എന്ന് പറയുന്നത്. ഞാൻ പറയുമ്പോഴേ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇത് എല്ലാവരെയും കരുതിക്കൊണ്ടില്ല. ചിലരൊക്കെ, ചില സ്ഥാപനങ്ങൾക്ക്, ചില മാധ്യമ പ്രവർത്തകർക്ക് ഒക്കെ അത്തരത്തിൽ ചില താല്പര്യങ്ങൾ ഉണ്ട്. ആ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് നായി തട്ട കലം പോലെ അങ്ങോട്ട് മാറ്റി നിർത്തപ്പെടണം രാഹുലിനെ എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അവരങ്ങനെ ആഗ്രഹിക്കുന്നതിന് കാരണമുണ്ട്. കാരണം ഈ പറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഏറ്റുപിടിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ വലിയ പുകമറകൾ സൃഷ്ടിച്ചത് ഈ പറയുന്ന ആളുകളാണ്.
അവർക്ക് അവരുടെ ഈ പറഞ്ഞ വിവാദങ്ങൾ, വേട്ടയാടലുകൾ, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാതൊരു വിധത്തിലും അത് രാഹുലിനെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ബോധ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ രാഹുൽ മാറ്റി നിർത്തപ്പെടുന്നത് കാണാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. അവർ അതിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ മറിച്ചാകുമ്പോൾ, രാഹുൽ സജീവമാകുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് പാലക്കാടിന്റെ കാര്യത്തിൽ രാഹുൽ വലിയ നീക്കുപോക്കുകൾ നടത്തുമ്പോൾ, രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമ്പോൾ അത് ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കാരണം പാലക്കാടും ഈ പറയുന്ന നഗരസഭയും കണ്ണാടിയും ഒക്കെ കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ, ഭരണം കോൺഗ്രസിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. കാരണം ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഇല്ലെങ്കിലും, ഈ പറയുന്ന മാപ്രകൾക്ക് ബോധ്യമുണ്ട്. അവർ അവരുടെ 2 കണ്ണുകൊണ്ടും നേത്രങ്ങൾ കൊണ്ടും കാണുന്ന കാര്യങ്ങളാണ് രാഹുലിന്റെ പാലക്കാട്ടെ പ്രവർത്തനങ്ങള്, രാഹുലിന്റെ ഇടപെടലുകള്, രാഹുലിന്റെ രാഷ്ട്രീയ നീക്കങ്ങള്. ഇതൊക്കെ ഇവർ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാ. അപ്പോ അങ്ങനെ ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ രാഹുലിന്റെ പങ്ക് ഇവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. മറ്റാരൊക്കെ നിഷേധിച്ചാലും ഈ പറയുന്ന മാപ്രകൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് രാഹുൽ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോ രാഹുലിന്റെ വിജയമായി മാറും എന്ന് മാത്രമല്ല, അത് ഇവരുടെയൊക്കെ പരാജയവുമായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇത്ര വലിയ അസ്വസ്ഥരാകുന്നത്. രാഹുലിനെതിരെ വലിയ വാർത്തകൾ പടച്ചുവിടാൻ, അല്ലെങ്കിൽ രാഹുലിനെ ചർച്ചയാക്കി നിർത്താൻ ചില കുത്തിത്തിരിപ്പൻ ശ്രമങ്ങൾ, പിന്തിരിപ്പൻ ശ്രമങ്ങൾക്ക് ഇവർ മുതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം രാഹുൽ വിജയിക്കുന്നത് കാണാൻ ഇവർക്ക് വലിയ ആഗ്രഹങ്ങളില്ല. അങ്ങനെ അത് കാണേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്നതാണ്. ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തപ്പെടണമെന്ന് ഇവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്.